ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുക, ആ സ്ക്രീനിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഒരിക്കലും കൂട്ടാക്കിയില്ല, വാങ്ങാനേ കൂട്ടാക്കിയില്ല. പിന്നീട് വീണ്ടും നിർബന്ധപ്രകാരം വീണ്ടും അവർ ഫോണിൽ അവർ കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരത് മാറ്റിയിട്ട് നമുക്ക് പോസ്റ്റ് പെയ്ഡിന്ന് പ്രീപെയ്ഡിക്ക് എഗെയിൻ ആക്കാൻ ഇതായത്. അതായത് വൺ തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. അതായത് കസ്റ്റമർ കെയറിന്റെ പേരിൽ. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ വശങ്ങളും നിയമവശങ്ങളും അറിയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് സാധിച്ചത്. ഇപ്പോൾ സാധാരണക്കാരനാണ് അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവരെ പിഴിഞ്ഞിട്ടുണ്ടാവും. അതായത് 3 മാസം ഇത് ചേഞ്ചസ് ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പരമാവധി അവിടുന്ന് 650-750 രൂപയുടെ ബില്ലൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വ്യാപകമായ തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഐഡിയയുടെ പോസ്റ്റ് പെയ്ഡിലേക്ക് മാറാതിരിക്കുക. മാക്സിമം ഐഡിയയുടെ സിം, ഞാൻ ഐഡിയയുടെ സിം 2 ദിവസവും കൂടി ഓഫർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-24 വർഷം ഉപയോഗിച്ചാണ് ഞാനും നമ്മുടെ വീട്ടുകാരും എല്ലാവരും. അപ്പോൾ അത് ചേഞ്ചസ് ആക്കാൻ നിൽക്കണം. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, ആലത്തൂർ ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഐഡിയ കസ്റ്റമർ കെയറിൽ നിന്നാണ് ഈ 13 ആളുകൾക്ക് ഇതുപോലെ ഒരു അനുഭവം കിട്ടുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് പോസ്റ്റ് പെയ്ഡ് ആക്കാതിരിക്കുക, മാക്സിമം ഐഡിയ ഒഴിവാക്കുക. കാരണം പോസ്റ്റ് പെയ്ഡിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.